ആന്റിബയോട്ടിക്കുകൾക്കൊപ്പം സൈക്കോട്രോപിക് മരുന്നുകളും യഥേഷ്ടം വിൽപ്പന നടത്തിയ എറണാകുളം ജില്ലയിലെ മെഡിക്കൽ ഷോപ്പുകൾ. മാനസിക വെല്ലുവിളി നേരിടുന്നവർ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഒരു മാനദണ്ഡവും പാലിക്കാതെ ഇത്തരത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റിഗേഷൻ. എറണാകുളം ജില്ലയിലെ മെഡിക്കൽ ഷോപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം പുറത്തുവിട്ടതാണ്. ആന്റിബയോട്ടിക്കുകൾ മാത്രമല്ല, ഷെഡ്യൂൾഡ് H1, H2 കാറ്റഗറിയിൽപ്പെട്ട മാനസിക അനാരോഗ്യത്തിന് നൽകുന്ന ഗുളികകളും യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് യഥേഷ്ടം വിൽപ്പന നടത്തുന്നത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇത് വ്യക്തം. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വിൽപ്പന നടത്താൻ പാടില്ലാത്ത മരുന്നുകളാണിവ. കുറിപ്പടിയുണ്ടെങ്കിലും വിൽപ്പന നടത്തിയാൽ തന്നെ സെയിൽ ബില്ലിന്റെ കോപ്പി 2 വർഷത്തേക്ക് സൂക്ഷിക്കണം. ഇത്തരം മാനദണ്ഡങ്ങൾ നിലനിൽക്കുമ്പോഴും ജൻ ഔഷധി അടക്കമുള്ള മെഡിക്കൽ ഷോപ്പുകൾ അനധികൃത മരുന്ന് വിൽപ്പന നടത്തുന്നത് വിഷയത്തെ കൂടുതൽ ഗുരുതരമാക്കുന്നു. മാനസിക അനാരോഗ്യമുള്ളവർക്ക് ചികിത്സയുടെ ഭാഗമായി നൽകുന്ന മരുന്നുകളുടെ വിൽപ്പനയാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ മെട്രോ നഗരത്തിൽ പൊടിപൊടിക്കുന്നത്. ആന്റിബയോട്ടിക്കുകളിലെ നിയമാനുസൃതമല്ലാത്ത വിൽപ്പന ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടാതിരിക്കുന്ന ആരോഗ്യവകുപ്പിന് സൈക്കോട്രോപിക് മരുന്നുകളുടെ അനധികൃത വിൽപ്പനയിലും നടപടിയുണ്ടാകില്ല. രാസലഹരിയായി പോലും ഉപയോഗിക്കാൻ കഴിയുന്ന മരുന്നുകളാണ് യഥേഷ്ടം വിറ്റഴിക്കപ്പെടുന്നത് എന്നതുകൂടി ഓർക്കുക. ഓപ്പറേഷൻ അമൃത് മാത്രമല്ല, ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ മറ്റു പരിശോധനകളും നിർജ്ജീവമെന്നാണ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ ഭാവിയിൽ കേരളത്തിൻ്റെ ആരോഗ്യമേഖലയെ ഇത് പൊള്ളലേൽപ്പിക്കും. ആരോഗ്യ വകുപ്പിൻ്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്. ക്യാമറാമാൻ അരുൺ ഹുണിഗൻസിനൊപ്പം കെബിൻ കെന്നഡി, ന്യൂസ് മലയാളം, കൊച്ചി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ മെഡിക്കൽ ഷോപ്പുകൾ മരുന്നുകൾ വിതരണം ചെയ്യുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് കെബിൻ കെന്നഡി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കെബിൻ കെന്നഡിയാണ് ചേരുന്നത്. കെബിൻ, എന്തായാലും ഈ ഒരു മരുന്ന് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ അല്ലെങ്കിൽ ഡോക്ടറുടെ കുറിപ്പടിയും ഇല്ലാതെ ഇത്തരത്തിൽ സൈക്കോട്രോപിക് മരുന്നുകൾ യഥേഷ്ടം വിൽപ്പന നടത്തുന്നു എന്നുള്ളത് ഏറെ ഗുരുതരമായ സംഭവമാണ്. ഇക്കാര്യത്തിൽ മെഡിക്കൽ ഷോപ്പുകൾ ഒക്കെ പറയുന്ന ഒരു വിശദീകരണം ഏതു രീതിയിലാണ്? സ്വാതി, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മറ്റ് സർക്കാർ ഉത്തരവുകളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള വിൽപ്പനയെ തുടർന്ന് നമ്മൾ ന്യൂസ് മലയാളം ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് മാനസിക അനാരോഗ്യത്തിന് ചികിത്സയ്ക്കായി നൽകുന്ന ഇത്തരത്തിലുള്ള മരുന്നുകൾ സർക്കാർ ഉത്തരവുകളും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്റ്റുകളും നിയമങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെ ജൻ ഔഷധി പോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ഉൾപ്പെടെ വാങ്ങുന്ന മെഡിക്കൽ ഷോപ്പുകൾ എറണാകുളം ജില്ലയിലും നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സുലഭമായി വിൽക്കുന്നത്. ഇത് ഓപ്പറേഷൻ അമൃത് എന്ന പദ്ധതി മാത്രമല്ല, മറ്റ് കൂടാതെ ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോയുടെ മറ്റ് പരിശോധനകളും നിർജ്ജീവമാണെന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, പ്രതിവർഷം 15,000 കോടി രൂപയുടെ മരുന്നുകൾ വിൽക്കുന്ന കേരളത്തിൽ അതിൽ 4,500 കോടി രൂപയോളം മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കും മറ്റ് 1,500 മുതൽ 2,000 കോടി രൂപയുടെ മരുന്നുകൾ സൈക്കോട്രോപിക് വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ വിൽക്കുന്നത് വഴി ഈ ലോബികൾക്ക് ഒത്താശ ചെയ്യുകയാണോ, അല്ലെങ്കിൽ സർക്കാർ ഉത്തരവുകളും അതേപോലെ തന്നെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പുകൾക്ക് ബാധകമല്ലേ എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, അതായത് യാതൊരുവിധ മാനദണ്ഡവും പാലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി നമുക്ക് സുലഭമായി ലഭിക്കുന്നു. എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്, ഏത് രോഗത്തിനാണ് കഴിക്കുന്നത്, ഏത് ഡോക്ടറാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അടിസ്ഥാന വിവരങ്ങൾ പോലും ചോദിക്കാതെയാണ് ഇത്തരത്തിൽ മതിയായ പരിശീലനം നേടാത്ത ഫാർമസിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഷോപ്പുകൾ ഇത്തരത്തിൽ മരുന്ന് വിതരണം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ, അതായത് നമുക്ക് മെഡിക്കൽ റെസിസ്റ്റൻസ് ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ രീതിയിലുള്ളൊരു പൊള്ളലേൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. സ്വാതി. കെവിൻ, എന്തായാലും ഇത് ഡോക്ടർമാരൊക്കെ ഈ കാര്യത്തിൽ എന്താണ് പറയുന്നത്? കാരണം ഇത്തരം മരുന്നുകൾ കഴിച്ചാൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ, അതായത് യാതൊരു കുറിപ്പടിയുമില്ലാതെ ഇത്തരം മരുന്നുകൾ കഴിച്ചാൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ, അതുപോലെ തന്നെ ആർക്കും മെഡിക്കൽ ഷോപ്പിൽ പോയി ഇത്തരം മരുന്നുകൾ വാങ്ങാനാകുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ എത്രമാത്രം ഗൗരവകരമാണ്?
നമ്മൾ പല ഡോക്ടറും ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ഡോക്ടർമാരുമായിട്ടും മുൻ ഡ്രഗ് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു. അത് പറയുന്നത് പോലെ തന്നെ ആൻറ്റിബയോട്ടിക്കൽ അതേപോലെ സൈക്കോട്രോപിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ളവ H1 H2 കാറ്റഗറിയിൽപ്പെട്ടവരെ എല്ലാം തന്നെ കൃത്യമായി ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല. കൃത്യമായി ഈ സൈക്കോട്രോപിക് ഡ്രഗുകൾ ഉൾപ്പെടെ കഴിക്കുന്നത് ഭാവിയിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതല്ലെങ്കിൽ ഇതൊരു ആസക്തി ഉളവാക്കുന്നതാണ്. ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് നമ്മുടെ മെഡിക്കൽ റെസിസ്റ്റൻസ് തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് ഒരു ഡോക്ടർ ഒരു കുറിപ്പടി നൽകുകയാണെങ്കിൽ കൃത്യമായി അതിൻ്റെ ഡേറ്റും ആ ദിവസം പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ മാത്രം വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു മെഡിക്കൽ ഷോപ്പിലുള്ള ഫാർമസിസ്റ്റ് ആ മരുന്ന് നൽകാൻ കഴിയൂ. ഇതേപോലുള്ള വ്യാജമായ രീതിയിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പലരും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും മറ്റിടത്തു നിന്നും മരുന്നുകൾ വാങ്ങുന്ന ഒരു സാഹചര്യം ഒരുപാട് ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ്. 2024 ആദ്യഘട്ടത്തിൽ വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞതാണ് ഈ വർഷം അവസാനം